തണുപ്പ് കാലത്ത് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹോട്ട് ചോക്ലേറ്റ് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വന്നാലോ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ ആദ്യം ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂൺ കോൺഫ്ലോർ കൂടി ചേർക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 3 ടീസ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കട്ടയൊന്നും കെട്ടാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വെള്ളത്തിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ചെറു ചൂടുള്ള പാലായാലും ചേർത്ത് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ഇപ്പോൾ ഞാനത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാനിലേക്ക് 1/2 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ചൂടാക്കാനായിട്ട് വെക്കാം. ഇതിലേക്ക് നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കുന്നത്. ഈ പാല് നന്നായിട്ട് ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കോഫി പൗഡർ ആഡ് ചെയ്യുകയാണെങ്കിൽ ഈ ചോക്ലേറ്റ് ടേസ്റ്റൊക്കെ അല്ലെങ്കിൽ ആ ഒരു ഫ്ലേവറൊക്കെ ഒന്ന് എൻഹാൻസ് ചെയ്യും. അതൊന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ കോഫി പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഏറ്റവും ചെറുതാക്കി വയ്ക്കാം. എന്നിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കൊക്കോ പൗഡർ കോൺഫ്ലോർ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. അതും ചെറുതീയിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കാറുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 1/4 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ സെമി സ്വീറ്റ് ആയിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 2 മുതൽ 3 മിനിറ്റ് വരെ ചെറുതീയിൽ വെച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കൈയെടുക്കാതെ ഇളക്കി കൊടുക്കാറുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ ചോക്ലേറ്റൊക്കെ നന്നായിട്ട് ഉരുകിയൊക്കെ വന്നിട്ടുണ്ട്. അത്യാവശ്യം ചെറുതായിട്ടൊക്കെ ഒന്ന് കുറുകിയൊക്കെ വരാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ള് കറുവപ്പട്ട പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 2-3 ടീസ്പൂൺ വാനില എസൻസ് കൂടി താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. ഈ ഒരു 2 ചേരുവകളും ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഫ്ലെയിം ഓഫ് ചെയ്ത് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിലും കൂടുതൽ കുറുകിയിട്ടുള്ള ഹോട്ട് ചോക്ലേറ്റ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ കൂടുതൽ സമയം ഇത് കുക്ക് ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ചേർക്കുന്ന കോൺഫ്ലോറിൻ്റെ അളവ് ഒന്ന് കൂട്ടിക്കൊടുത്താൽ മതി കേട്ടോ. അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാൻ കേട്ടോ വേണ്ടത്. ഹോട്ട് ചോക്ലേറ്റ് അല്ലേ, അപ്പോൾ നല്ല ചൂടോടുകൂടി നമുക്കിത് സെർവ് ചെയ്യാം. അത്യാവശ്യം ഒന്ന് കുറുകിയ ഒരു ഹോട്ട് ചോക്ലേറ്റ് ആണിത്. കുറച്ച് മാഷ്മെലോസും കൂടി കൂട്ടി സെർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. കുട്ടികൾക്കൊക്കെ അങ്ങനെയൊക്കെ സെർവ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഇഷ്ടമാവും. ഇതിൻ്റെ മീതെ നമുക്ക് കുറച്ച് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് കൂടി ഇട്ട് സെർവ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇത്രയും സിമ്പിളായിട്ടുള്ള ഈ ഒരു ഹോട്ട് ചോക്ലേറ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.